കൊല്ലത്ത് നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ ലൈംഗിക അതിക്രമം. സംഭവത്തിൽ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ CPO നവാസിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കമ്മീഷണർക്ക് ഉദ്യോഗസ്ഥ നൽകിയ പരാതിയിൽ ചവറ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ ഉത്തരവിന്റെ പകർപ്പ് 24-ന് കിട്ടി. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സഹപ്രവർത്തകയോട് പോലും മര്യാദയ്ക്ക് പെരുമാറാൻ ഈ പോലീസുകാരൻ അറിയില്ലേ? പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നവംബർ 6-നാണ് സംഭവം നടക്കുന്നത്. നവംബർ 6-ന് ഈ പുലർച്ചെ ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ തയ്യാറെടുക്കുമ്പോഴാണ് ഈ സഹപ്രവർത്തകനായ നവാസിന്റെ ഭാഗത്തുനിന്ന് ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്. തുടർന്ന് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പ്രാഥമികമായ അന്വേഷണം, അത് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പരാതിയിൽ കഴമ്പുണ്ടെന്നും ഈ നവാസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പോലീസ് സേനയ്ക്ക് തന്നെ അന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തിയാണെന്നും കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഈ നവാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ നവാസിനെതിരെ കൂടുതൽ പരാതികൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നൽകിയ മൊഴിയിൽ പറയുന്നത് താൻ ഇത് എതിർക്കാൻ ശ്രമിച്ചിട്ടും തന്നെ പിന്തുടർന്ന് അതിക്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നവാസിന്റെ ഭാഗത്തുനിന്ന് ഒരു ബോധപൂർവമായ ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നവാസിനെതിരെ കുറ്റമായി ആരോപിക്കുന്നത്. എന്തായാലും പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കമുണ്ടായ പ്രവൃത്തിയാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യത്തിൽ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.